വെൽക്കം ബാക്ക് ടു ദ ബ്യൂട്ടിഫുൾ ഡേ. സോ ഇന്നത്തേത് ഒരു കുട്ടി വീഡിയോ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും ഞാൻ പേർപ്പിളിൽ നിന്നും കുറച്ച് സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. സോ അതൊക്കെ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ ഗൈസ്. ഇതൊരു റിവ്യൂവേ അല്ല. ഞാനെല്ലാം ആദ്യമായിട്ട് ട്രൈ ചെയ്യാൻ പോകുന്ന സംഭവങ്ങളാണ്. പക്ഷേ കുറേ റിവ്യൂസൊക്കെ കണ്ടിട്ട് എനിക്ക് നല്ലതെന്ന് തോന്നിയ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. സോ അതൊക്കെ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. യെസ്, അപ്പം നമുക്ക് ഓരോരോ സാധനങ്ങളായിട്ട് പെട്ടെന്ന് കാണാം. സോ ആദ്യം തന്നെ ഇതാണ് ഡേംഡോക്കിൻ്റെ ഒരു അൺഡ്രാം സ്പ്രേ ആണ്. ഇതിപ്പോൾ ഞാൻ ഒരു 2 ദിവസം കൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് 5% ഗ്ലൈക്കോളിക് ആസിഡാണ്. ഇതെനിക്ക് തോന്നിയ ഒരു ചെറിയ പ്രശ്നം എന്ന് പറയുന്നത്, ഇത് സ്പ്രേ അടിക്കുമ്പോൾ എൻ്റെ മിസ്റ്റേക്ക് ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. സ്പ്രേ അടിക്കുമ്പോൾ അത് പല ഭാഗങ്ങളിലേക്കൊക്കെയാണ് പോകുന്നത്. സോ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് എനിക്ക് തോന്നിയത് സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ മേ ബി ലൈക്ക് എൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കാം. ഓക്കെ, എന്തായാലും അങ്ങനത്തെ ഒരു പ്രശ്നം എനിക്ക് ഇതിന് തോന്നിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞാൻ ഇതിൻ്റെ കാര്യം പറയുന്നതിന് മുമ്പ് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ പറയാം, ഞാൻ ഇത്രയും നാൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇതാണ് കെമിസ്റ്റ് അറ്റ് പ്ലേയുടെ അൺഡ്രാം റോളറാണ്. ഇത് ലൈക്ക് സൂപ്പർ ഒരു സംഭവമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട സംഭവമാണ് കെമിസ്റ്റ് അറ്റ് പ്ലേയുടെ. ഇത് ഒരുപാട് അൺഡ്രാംസ് എൻ്റെ നല്ല ഡാർക്കായിരുന്നു, അതിന് ഒരുപാട് ബ്രൈറ്റൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഡിഫറൻസ് അതിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ കുറേ റിവ്യൂസൊക്കെ കണ്ടിട്ട് ഇത് നല്ലതാണെന്ന് കണ്ടുകൊണ്ട് ഞാൻ ഡേംഡോക്ക് ഒന്ന് ട്രൈ ചെയ്യാണ്. എനിക്ക് കെമിസ്റ്റ് അറ്റ് പ്ലേ ലൈക്ക് എനിക്ക് യാതൊരു കംപ്ലയിൻസും ഇല്ല. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്. ഇതിന് കെമിസ്റ്റ് അറ്റ് പ്ലേക്ക് വന്നിട്ട് റേറ്റ് വരുന്നത് 40 ml ഒരു ബോട്ടിലിന് 284 റുപ്പീസാണ്. ഇതാണ് സംഭവം. ഇത് ആദ്യം ഞാൻ ഫ്രാഗ്രൻസ് ഇല്ലാത്തൊരു ബോട്ടിലായിരുന്നു ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഞാൻ പീച്ച് എന്തോ ഒരു ഫ്രാഗ്രൻസിലുള്ള റോയൽ ഔത്ത് ഫ്രാഗ്രൻസിലുള്ളതായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അതും എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. അത്യാവശ്യം നല്ല ഭയങ്കര ഒരു പഞ്ചി സ്മെല്ലൊന്നും അല്ല, നല്ലൊരു ഫ്രാഗ്രൻസ് ആണ് തരുന്നത്. സോ ഇതെന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടാണ്. എന്തായാലും ഇനിയിപ്പം ഇതിൻ്റെ ഞാൻ ട്രൈ ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ ഒരു റിവ്യൂ ഒരു കമ്പാരിസൺ ഒരു വീഡിയോ ഞാൻ എന്തായാലും ചെയ്യുന്നുണ്ടാവും. സോ അതാണ് അൺഡ്രാം റോളർ. ഇതിന് വന്നിട്ട് ഡേംഡോക്കിൻ്റെ ഇതിന് വന്നിട്ട് 100 ml ഒരു ബോട്ടിലാണിത്. ഇതിന് 309 റുപ്പീസായിരുന്നു. ഇതാണ് ഇതിൻ്റെ ക്യാപ്പൊക്കെ രസമുണ്ട് കേട്ടോ. ഇങ്ങനത്തെ ക്യാപ്പാണ്. ഇത് സ്പ്രേ അടിക്കുമ്പോൾ മാത്രം എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് എന്തോ എവിടോ ചിലപ്പോൾ എൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കും. എന്തായാലും യെസ്, അങ്ങനത്തെ ഒരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. സോ അതാണ് ആദ്യത്തെ ഒരു പ്രൊഡക്റ്റ്. പിന്നെ രണ്ടാമത് ഇതാണ് ഗൈസ്, NYBയുടെ 5-in-1 ലിപ്സ്റ്റിക്. ഞാൻ നേരത്തെ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ഡാർക്കായി പോയി എന്ന് തോന്നുന്നു. പക്ഷേ ഇപ്പം ഞാൻ ലൈക്ക് ഡാർക്ക് ലിപ്സ്റ്റിക്സിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് നമ്മുടെ മുഖം ഭയങ്കര ബ്രൈറ്റൻ ചെയ്യത്തില്ലേ അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഡാർക്ക് ലിപ്സ്റ്റിക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. അപ്പോൾ ആദ്യം ഞാനിത് കാണിക്കാം, അതിന് ശേഷം ഞാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ഇട്ടും കൂടെ കാണിക്കാം. ഇത് 5-in-1 ലിപ്സ്റ്റിക് NYBയുടെ റീനയുടെ ആയിരുന്നു എൻ്റെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്നത്. പക്ഷെ അത് ന്യൂഡ് ലിപ്സ്റ്റിക് ആയിരുന്നു കേട്ടോ. ഇതിപ്പം കുറച്ചും കൂടെ ഡാർക്ക് ഷെയ്ഡാണ്. ഇതിന് ഏതാണ് ലിപ്സ്റ്റിക്ക് വന്നിട്ട് ഇതിന് 300 റുപ്പീസാണ് 5-in-1 ലിപ്സ്റ്റിക്കിന്. ടൈംലെസ് ഹ്യൂസ് 03 ആണ് ഇതിൻ്റേത് വന്നിട്ടുള്ളത് ഷെയ്ഡ്. അടുത്ത വന്നിട്ട് ഡേംഡോക്കിൻ്റെ തന്നെ ഒരു ഫേസ് സെറമാണ്. ഇത് ഡേംഡോക്കിൻ്റെ 2% കോജിക് ആസിഡ് ഒരു ഫേസ് സെറമാണ്. ഇത് പറഞ്ഞേക്കുന്നതനുസരിച്ച് ഡാർക്ക് സ്പോട്ട്സ് ആൻഡ് പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഓട്സും തൈരും കൂടെ മിക്സ് ചെയ്തിട്ട് പറ്റിക്കഴിഞ്ഞാൽ ഡാർക്ക് സ്പോട്ട്സ് എല്ലാം മാറും എന്നുള്ളത്. അത് പക്ഷേ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ്. ലൈക്ക് ദ സിറ്റുവേഷൻ. ഇവിടെ കുഞ്ഞിനെ വെച്ചുകൊണ്ടൊന്നും അത്രയ്ക്ക് നടക്കുന്നില്ല. സോ അതുകൊണ്ട് ഞാൻ സെറം തന്നെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഓൾറെഡി ഒരു സെറം യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് നിയാസിനമൈഡ് ആണല്ലേ, നിയാസിനമൈഡിൻ്റെ ഒരു സെറമായിരുന്നു. മിനിമലിസ്റ്റിൻ്റെ ആയിരുന്നു ഞാൻ യൂസ് ചെയ്തിട്ട്. എവിടെ എഴുതിയിരിക്കുന്നു, ഇവിടെ ഹൈഡ് നത്തിങ് മിനിമലിസ്റ്റിൻ്റെ ഒരു സെറമായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിൽ ലൈക്ക് അങ്ങനെ പറയത്തക്ക ഒരു ചേഞ്ച് എന്തോ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും അങ്ങനെ ഭയങ്കര ഒരു ഡിഫറൻസ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ലായിരുന്നു. സോ അതുകൊണ്ടാണ് ഇപ്പം ഞാൻ പുതിയ ഒരെണ്ണം ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. കോജിക് ആസിഡ് ഈ പറഞ്ഞ പോലെ ഡാർക്ക് സ്പോട്ട്സിനൊക്കെ ഒന്ന് ലൈറ്റൻ ചെയ്യാൻ പറ്റുമെന്ന് ഏതൊക്കെയോ വീഡിയോസിൽ കണ്ടു. സോ അതുകൊണ്ടാണ് ഇത് ട്രൈ ചെയ്യുന്നത്. ഇതിന് വന്നിട്ട് ഫേസ് സെറത്തിന് 233 ആണ്. എത്രയാണ് 15 ml ബോട്ടിലിന് 233 ആണ്. ഇതും ഇപ്പം ഞാൻ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയിട്ടോ, 2 ദിവസമായി അപ്ലൈ ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല, നമുക്കൊരു സാറ്റിസ്ഫാക്ഷനൊക്കെ തോന്നുന്നുണ്ട്. ഇപ്പോൾ ഇനി എങ്ങനെ ആവുമെന്ന് അറിഞ്ഞൂടാ. ഇപ്പോൾ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു സംഭവം. പിന്നെ നിയാസിനമൈഡിൻ്റെ സെറം, ഇതിൻ്റെ ഞാൻ ഒരു ബോട്ടിലേ വാങ്ങിയിട്ടുള്ളതാണ്. അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ എനിക്കങ്ങനെ ഇത് തോന്നിയില്ല. ഇതാണ് ഹൈഡ് നത്തിങ്. അതിന് 10 ml ബോട്ടിലിന് 250 റുപ്പീസായിരുന്നു. ഇത് 15 ml 233 ആയിരുന്നു. സോ ഇതാണ് റീസണബിൾ. അപ്പോൾ ഇനി ഇത് ട്രൈ ചെയ്ത് നോക്കാം ഡേംഡോക്കിൻ്റെ. എന്തായാലും ഡേംഡോക്കിൻ്റെ അങ്ങനെ 2 സംഭവം. ഡേംഡോക്കിൻ്റെ ഇത് തന്നെ ഏതാണ് ഫേസ് സെറവും
അണ്ടർ റോളറും. ഇത് രണ്ടും വാങ്ങിയപ്പോൾ ഫ്രീ കിട്ടിയൊരു സംഭവമുണ്ട് ഇത്. അത് നമുക്ക് സെലക്ട് ചെയ്യായിരുന്നു, ഏതൊക്കെയോ കുറച്ച് സംഭവങ്ങളിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യായിരുന്നു. അങ്ങനെ ഞാൻ സെലക്ട് ചെയ്ത് ഇതായിരുന്നു. ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ അലോവേറ ജെല്ലായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നു. അലോവേറ ജെൽ ലൈക്ക് ഫേസിലും ഹെയറിലും ഒക്കെ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞേക്കുന്നത്. ഇനി ഇത് ട്രൈ നോക്കണം. ഇത് ഇതുവരെ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. എന്തായാലും ഫേസ് സെറം ഞാൻ 2 ദിവസം അപ്ലൈ ചെയ്തിട്ട് വെച്ചിട്ട് ഞാൻ ഓക്കെ പ്രൊഡക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ വലിയൊരു സ്മെല്ലോ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഒരു സുഖമുണ്ട് പുരട്ടി കഴിയുമ്പോൾ. രാത്രിയിലാണ് ഞാൻ പുരട്ടുന്നത്. രാത്രി പുരട്ടിയിട്ട് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് സ്കിന്നൊക്കെ കുറച്ചൊന്ന് സോഫ്റ്റ് ആയതുപോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ സോഫ്റ്റ് അല്ല എനിക്ക് ആവേണ്ടത് എൻ്റെ ഡാർക്ക് സ്പോട്ട്സ് കുറച്ചുള്ളതൊക്കെ പോകുക എന്നുള്ളതാണ്. നോക്കാതെ അതിൻ്റെ എന്തായാലും കുറച്ച് നാൾ ഒരു 3 months ഒക്കെ കണ്ടിന്യൂസ് യൂസ് ചെയ്തതിന് ശേഷം ഞാൻ ഒരു റിവ്യൂ ചെയ്യാം ഇതിൻ്റെ. ലാസ്റ്റ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഇതാണ് എൻവൈബയുടെ പ്രോ സ്ട്രോപ്പ് ക്രീം. ഇത് നിങ്ങൾ തന്നെ കുറേ വീഡിയോസിൽ കണ്ടിട്ടാവും, കുറേ പേര് യൂസ് ചെയ്യുന്നുണ്ട് ഇത് ഗൈസ്. സോ അത് കണ്ട് ഒരു ഇൻട്രസ്റ്റ് കയറിയിട്ട് വാങ്ങിച്ചതാണ്. ഇത് പിങ്ക് ടോപ്പാസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇത് ലൈക്ക് പ്രൈമറായിട്ട്, ഹൈലൈറ്ററായിട്ട്, മോയ്സ്ചറൈസറായിട്ട്, എന്തൊക്കെയോ ആയിട്ട് നമുക്ക് ഫൗണ്ടേഷൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് പറ്റും. അങ്ങനെ എന്തൊക്കെയോ യൂസസ് ഉണ്ട്. സോ അതുകൊണ്ട് ഞാൻ ഇതൊന്ന് വാങ്ങി നോക്കിയതാണ്. പരട്ടിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാമെന്ന് വിചാരിച്ച്. ഇതിൻ്റെയും എനിക്ക് പറഞ്ഞ പോലെ ഒരു മേക്കപ്പ് വീഡിയോ ഒക്കെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ നോക്കാം, സമയം കിട്ടുകയാണെങ്കിൽ എന്തായാലും എനിക്ക് ചെയ്യണം. സോ അതാണ് നമ്മുടെ 4 ഐറ്റംസ്. ലിപ്സ്റ്റിക്കും കൂടി ഇട്ട് നമുക്ക് നോക്കാം. സോ ഇതിൻ്റെ 2 ലിപ്സ്റ്റിക് ഇട്ട് നോക്കാം. എന്തായാലും ഇതിൻ്റെ റോളറിൻ്റെ ഒരു കമ്പാരിസൺ വീഡിയോയും അതേപോലെ തന്നെ ഒരു ഡെർമഡോക് ഫേസ് സെറത്തിൻ്റെ ഒരു റിവ്യൂ എങ്ങനെയുണ്ട് യൂസ് ചെയ്തിട്ടെന്നുള്ളതിൻ്റെ ഒരു കാര്യം കൂടെ ഞാൻ കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. സോ ഇപ്പം നമുക്ക് ലിപ്സ്റ്റിക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഡാർക്ക് ഷെയ്ഡ്സാണ് എനിക്കിഷ്ടം, പക്ഷെ എന്നാലും തൽക്കാലം നമുക്ക് ഒരു ലൈറ്റ് ഷെയ്ഡ് ട്രൈ ചെയ്യാം കേട്ടോ. ഇത്രയാണ് ഷെയ്ഡ്സ് വരുന്നത്. ഇത് വന്നിട്ട് ടൈം ഹ്യൂസ് എന്ന് പറഞ്ഞിട്ട് ടൈംലെസ് ഹ്യൂസ് എന്ന് പറഞ്ഞിട്ട് 03 ആണ് ഷെയ്ഡ് വരുന്നത്. 300 rupees. പ്രൈസ് കുഴപ്പമില്ല, പക്ഷേ എനിക്ക് ഈ പറഞ്ഞ പോലെ ഇതിന് ഇങ്ങനെ എടുക്കുന്നത് എനിക്ക് കുറച്ച് ഒരു ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. അതെൻ്റെ കയ്യിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ആവും. ഇതിന് മുമ്പ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, റെനയുടെ ആയിരുന്നു. അതിൻ്റെ ആണെങ്കിലും ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനെക്കാട്ടിലും കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയിരുന്നു തോന്നുന്നു അത് യൂസ് ചെയ്യാൻ. സോ ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ഇതാണ്, ഒരു ലൈറ്റർ ഷെയ്ഡാണ്. എനിക്ക് ഫോണിൽ നോക്കിയിടാൻ അറിഞ്ഞൂടാ ഗൈസ്, എന്നാലും ഞാൻ ട്രൈ ചെയ്യാം. എനിക്ക് ഷെയ്ഡ് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല രസമുണ്ട് ഇല്ലേ? യെസ്. അപ്പം ലിപ്സ്റ്റിക് ഇനിയും ട്രാൻസ്ഫർ പ്രൂഫ് ആണോ എന്ന് എപ്പോഴും എങ്ങനെ നോക്കാം. അല്ല ഗൈസ്, എൻ്റെ കയ്യിലൊക്കെ ആയിട്ടുണ്ട്. സോ അങ്ങനെ സ്പഞ്ച് പ്രൂഫ് ഞാൻ ഇട്ടതേ ഉള്ളൂ, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ട്രൈ നോക്കാം. സോ എന്തായാലും ഷെയ്ഡ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ വരുന്നത് ഐ ഷെയ്ഡായിട്ടൊക്കെ യൂസ് ചെയ്യാം. കണ്ടു, 5-in-1 ലിപ്സ്റ്റിക്ക് മാത്രമല്ല ഗൈസ്, വേറെയും പല യൂസസ് ഉണ്ട് ഈ ഒരു സംഭവം വെച്ചിട്ട്. യെസ്, ബ്ലഷ് ആയിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ബ്ലഷ്, ഐ ഷാഡോ. സോ യെസ്, അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സ്കിപ്പ് ചെയ്തേ എങ്ങനെയാണെങ്കിലും കണ്ട് അവസാനം വരെ എത്തിച്ചതിന് താങ്ക് യു. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ ബൈ.